കൊച്ചി കത്രിക്കടവ് അൽറീം മന്തി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ. 50 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ താൽക്കാലികമായി പൂട്ടിച്ചു. ഭക്ഷണ സാമ്പിളുകൾ അടക്കം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചി കത്തർക്കടവിൽ പ്രവർത്തിക്കുന്ന അൽറീം കുഴിമന്തിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റതായിട്ട് പരാതികൾ ഉയരുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭക്ഷണം കഴിച്ച നിരവധി പേർ ഇതുവരെ ആശുപത്രികളിൽ അതായത് നഗരത്തിലെ പല ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഇപ്പോൾ നിലവിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ബുധനാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ഒക്കെ ഭക്ഷണം കഴിച്ചവർക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയും അതായത് വയറിളക്കവും ഛർദിയും പനിയും ഉൾപ്പെടെയുള്ള അസുഖം അല്ലെങ്കിൽ അനാരോഗ്യങ്ങളിലെ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെള്ളിയാഴ്ച രാത്രി എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഫുൾ മന്തി പാർസൽ വാങ്ങിയിരുന്നു. ഒരു 9 മണിയോടെയാണ് മേടിച്ചത്. ഒരു 9:30-ക്കുള്ളിൽ ഞങ്ങൾ കഴിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വയറിന് എന്തോ ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ സൺഡേ ഒരു ഉച്ചയായപ്പോഴത്തേക്കും അമ്മക്കും എൻ്റെ അനിയനും വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര പനിയായിരുന്നു. പാഴ്സലാണ് മേടിച്ചത്. കുഞ്ഞിന് തേഴ്സ്ഡേ സ്കൂളിൽ നിന്ന് ഡയറി ആയിട്ട് അവർ വിളിച്ചു പറഞ്ഞു. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഇല്ലില്ല, അപ്പം തന്നെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കഴിച്ചതാണ് ഞങ്ങൾ. നിലവിൽ താൽക്കാലിക നിരവധി പേർ പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പടക്കം പരിശോധന നടത്തുകയും താൽക്കാലികമായി നിലവിൽ ഈ കുഴിമന്തിക്കട അടച്ചിട്ടിരിക്കുകയാണ്. എന്നാലും വരും ദിവസങ്ങളിൽ അതായത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഈ ഹോട്ടലിൽ നിന്ന് സാമ്പിളുകൾ അടക്കം ശേഖരിക്കുകയും ഉണ്ടായി. ഇനി സാമ്പിളുകളുടെ ഫലം വരണം. ഫലം വന്നതിന് ശേഷമായിരിക്കാം എന്തായിരിക്കും സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത്. പഴകിയ ഭക്ഷണങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും അത് വെള്ളത്തിലൂടെയോ മറ്റും പകർന്നതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിച്ച് വരികയാണ്. കറക്റ്റായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടോ, കിച്ചണിൽ അതിനുള്ള സേഫ്റ്റി ഉണ്ടോ, അല്ലെങ്കിൽ കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, അത്തരം കാര്യങ്ങൾ എല്ലാം പരിശോധിച്ച് അതിലെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ അപകടം ഉണ്ടായിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകാതെ ഇങ്ങനൊരു സംഭവം തുടക്കമുണ്ടായപ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു പ്രതിഷേധം ഈ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ അറിയിച്ചത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 50ഓളം പേർ, അതായത് ഏകദേശം 50ഓളം പേർക്കാണ് നിലവിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കുഴിമന്തി കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബുദ്ധിമുട്ട് നേരിട്ടേക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടായിട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും താൽക്കാലികമായി ഈ ഹോട്ടൽ അടച്ചു പൂട്ടിയിരിക്കുകയുമാണ്. കൊച്ചി കത്തർക്കടവിൽ നിന്ന് ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.